അല്ലാഹു തആല അമ്പിയാക്കളെ തുടരെ പറഞ്ഞയച്ചിട്ടുള്ള സമുദായമാണ് ബനൂ ഇസ്രായേൽ. ഈ ഉമ്മത്തിൽ ഉലമാക്കൾ ഉള്ളതുപോലെ അത്രയുമധികം അമ്പിയാക്കൾ വന്ന സമുദായമാണ് ബനൂ ഇസ്രായേൽ. മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, അവർക്കിടയിലുള്ള ധാരാളം അമ്പിയാക്കൾ. ഈ നബിമാരൊക്കെ വന്നിട്ടുള്ള ബനൂ ഇസ്രായേൽ എങ്ങനെയാണ് ശിർക്കുണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉലൈക ഇദാ മാത ഫീഹിമുർ റജുലു സാലിഹ്, സാലിഹായ ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ബനൗ അലാ ഖബ്രിഹി മസ്ജിദ, അദ്ദേഹത്തിന്റെ ഖബറിൽ അവർ പള്ളി ഉണ്ടാക്കും. ഉലൈക ശിറാറു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ പടപ്പുകൾ ഏറ്റവും മോശക്കാരവരാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണക്കിടക്കയിൽ കിടന്ന് അവരെ ശപിച്ചു. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ, യഹൂദികൾക്കും നസ്രാണികൾക്കും അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. എന്തായിരുന്നു കാരണം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകൾ അവർ ആരാധനക്കുള്ള സ്ഥലമാക്കി മാറ്റി. ആ ഖബറുകൾക്കടുത്ത് അവർ പള്ളികൾ ഉണ്ടാക്കി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തു. നബിമാരെ ഇബാദത്ത് ചെയ്തിട്ടില്ല, സ്വാലിഹീങ്ങളെ ഇബാദത്ത് ചെയ്തിട്ടില്ല. സ്വാലിഹീങ്ങളുടെ ഖബറിന്റെ അടുത്ത് വെച്ച് അല്ലാഹുക്ക് ഇബാദത്ത് ചെയ്തു. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചത് അവരെ. കാരണം പിൽക്കാലത്ത് അത് ശിർക്കിലേക്ക് നയിച്ചു. ആ ഖബറിൽ എന്തോ അദൃശ്യ ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. പതുക്കെ ആ ഖബറിൽ കിടക്കുന്ന സാലിഹ്യങ്ങളോട് വിളിച്ചു ദുആ ചെയ്യാൻ തുടങ്ങി. സഹോദരങ്ങളെ, ഇതേ ദഅവത്തുമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ഖൽഖ്, ഖാതമുർ റുസുൽ, അമ്പിയാക്കളുടെ അവസാനത്തെയാൾ അദ്ദേഹവും കടന്നു വന്നത്. അല്ലാഹു തആല പറയുന്നു, അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു സുമ്മ ഫുസ്സിലത് മിൻ ലദുൻ ഹകീമിൻ ഖബീർ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ഏറ്റവും ഉത്തമമായ കിതാബ്, അവസാനത്തെ കിതാബ്. മുമ്പ് കാലത്തുള്ള കിതാബുകളെല്ലാം അസാധുവാക്കിയ, അവയുടെ ആശയങ്ങളെല്ലാം സംരക്ഷിച്ച ഈ വേദഗ്രന്ഥം, അതിനെക്കുറിച്ച് അല്ലാഹു തആല പറയുകയാണ്, കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, ഈ കിതാബിലെ ആയത്തുകൾ പരിപൂർണമാകുന്നു, ആവശ്യമുള്ള എല്ലാ ഇൽമും ഉൾക്കൊള്ളുന്നതാകുന്നു. സുമ്മ ഫുസ്സിലത്, അതോടൊപ്പം തന്നെ കാര്യങ്ങൾ വിശദമായി ഏത് മനുഷ്യനും മനസ്സിലാകുന്ന രൂപത്തിൽ വിശദീകരിക്കുന്ന കിതാബാകുന്നു. മിൻ ലദുൻ ഹകീമിൻ ഖബീർ, എല്ലാ ഇൽമുമുള്ള ഹിക്മത്തുള്ള അല്ലാഹു തആലയാകുന്നു ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ കിതാബിന്റെ ലക്ഷ്യം? എന്താണ് ഖുർആന്റെ ദഅവത്ത്? എന്താണ് ഖുർആന്റെ ആശയത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത്? അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഇന്നനീ ലക്കും മിൻഹു നദീറുൻ വബശീർ, ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള താക്കീതുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാകുന്നു. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയത് തൗഹീദ് കൊണ്ടായിരുന്നു. വസിയാബക ഫദഹിർ വറുജ്സ ഫഹ്ജുർ, മാലിന്യം നീ ഉപേക്ഷിക്കുക. എന്താണ് ഈ മാലിന്യം? അർറുജ്സ് എന്ന് പറയുന്നത് സഹാബത്തിന്റെ അസറുകളിൽ കാണാം, അൽ അസ്നാം, വിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക. സൂറത്തുൽ മുദ്ദസ്സിറിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്ത് ലഭിക്കുന്നത്. റിസാലത്തിന്റെ 1-ാം തീയതി ദഅവത്ത് ചെയ്തത് തൗഹീദായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുമ്പോൾ ഒരു വസിയത്ത് എഴുതുമായിരുന്നെങ്കിൽ ആ വസിയത്ത് അത് സൂറത്തുൻ നിസായിലെ ആയത്തുകളായിരിക്കും എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. എന്തായിരുന്നു ആ ആയത്തുകൾ? ഖുൽ തആലു അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ, നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയത് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം അല്ലാ തുശ്രികൂ ബിഹി ശൈആ, സൂറത്തുൽ അൻആമിലെ ആയത്തുകൾ. അല്ലാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന ആ തഹ്രീം, ശിർക്കിനെ ഹറാമാക്കിക്കൊണ്ടുള്ള ആയത്ത്, അതായിരിക്കുമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിന്റെ ദഅവത്ത് തുടങ്ങിയതും അവസാനിച്ചതും തൗഹീദ് കൊണ്ടായിരുന്നു. സഹോദരങ്ങളെ, പിന്നീട് എപ്പോഴാണ് ഈ ഉമ്മത്തിൽ ശിർക്കുണ്ടായത്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുലഫാഉർ റാഷിദീങ്ങൾ ലോകം മുഴുവൻ തൗഹീദ് പ്രചരിപ്പിച്ചു. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തിന് ശേഷം വന്ന ഉമവി ഖിലാഫത്തിന്റെ കാലത്ത് ഇസ്ലാമിക ലോകം ഈ ദുനിയാവിന്റെ മുക്കുമൂലകളിലെത്തി. ഉഖബത്ത് ഇബ്നു നാഫി അൽ ഫിഹ്രി റഹിമഹുല്ലാഹു വറദിയ അൻഹു, അദ്ദേഹം ഹിജ്റ 100 മുമ്പ് മരണപ്പെട്ടയാളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക സൈന്യം ഇന്നത്തെ ലിബിയയിലും അൾജീരിയയിലും മൊറോക്കോയിലും എത്തി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മക്കയിൽ ജനിച്ച ഉഖബത്ത് ഇബ്നു നാഫി മരണപ്പെടുന്നത് അൾജീരിയയിലാണ്. ഇത്രയും ഭാഗം ലോകത്തിന്റെ മനുഷ്യവാസമുള്ള ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഈ തൗഹീദിന്റെ സന്ദേശമെത്തി. ഈ തലമുറയിൽ ഹിജ്റ 100 വരെ, അല്ല ഹിജ്റ 300 വരെ ഇസ്ലാമിക ലോകത്തെവിടെയും ഒരു ഖബറും കെട്ടിപ്പൊക്കിയിട്ടില്ല. ഒരാളും ശിർക്ക് ചെയ്തതായി യാതൊരു തെളിവുമില്ല. 300 വർഷക്കാലം 334 ഹിജ്റയിലാണ് ആദ്യമായി ബുവൈഹികൾ എന്നറിയപ്പെടുന്ന റാഫിദികളിൽപ്പെട്ട ഒരു കക്ഷി ആയിഷ റളിയല്ലാഹു അൻഹക്കെതിരെ വ്യഭിചാരോപണം പറയുന്ന, സഹാബത്തിനെ കാഫിറാക്കുന്ന ഈ പിഴച്ച വിഭാഗം ഇറാനിൽ അധികാരം പിടിക്കുകയും അന്നാണ് ലോകത്താദ്യമായി മുസ്ലിം ലോകത്ത് ഒരു ഖബർ കെട്ടിപ്പൊക്കുകയും അതിനു മുന്നിൽ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 2 കക്ഷികളാണ് ഇസ്ലാമിൽ ശിർക്ക് കടത്തിക്കൂട്ടിയത്, മുസ്ലിം സമുദായത്തിലേക്ക് ശിർക്ക് പ്രചരിപ്പിച്ചത്, സൂഫികളും റാഫിദികളും.
334 ഹിജ്റ 334 ഇറാൻ ഭരിച്ചിരുന്ന ബുവൈഹികൾ. അതുപോലെ സൂഫികൾ താബിഈങ്ങളുടെയും താബിഈങ്ങളുടെയും കാലത്തുണ്ട്. ഇമാം മാലിക്കിന്റെയും ഇമാം ഷാഫിഈയുടെയും റഹിമഹുമുല്ലാഹ് അവരുടെ കാലത്ത് സൂഫികളുണ്ട്. അന്നത്തെ സൂഫികൾ ആരായിരുന്നു? ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു, ആരെങ്കിലും രാവിലെ സൂഫിയായാൽ ഉച്ചയാകുമ്പോഴേക്ക് അവർ അഹ്മഖായിരിക്കും, ഒരു വിഡ്ഢിയായി മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, 40 ദിവസം ആരെങ്കിലും സൂഫികളുടെ കൂടെ നടന്നാൽ അവന്റെ ബുദ്ധി പിന്നെ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ സലഫുകൾ ആക്ഷേപിച്ച സൂഫികൾ ആരായിരുന്നു? ഇന്നത്തെ പോലെ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. നമുക്കറിയാം, ഷാഫിഈയും മാലിക്കും റഹിമഹുമുല്ലാഹ് അവർക്ക് 300 മുമ്പ് മരണപ്പെട്ടവരാണ്. അന്ന് മുസ്ലിം ലോകത്ത് എവിടെയും ഒരു ഖബറും കെട്ടിപ്പൊക്കിയിട്ടില്ല. ഏത് സൂഫികളെ കുറിച്ചാണ് ഇവർ പറയുന്നത്? ഇബാദത്തുകൾ കുറച്ച് വർദ്ധിപ്പിക്കുമായിരുന്നു. അതോടൊപ്പം സുന്നത്തിൽ കുറച്ച് ഇൽമു കുറവുണ്ടായിരുന്നു. ഹദീസ് പഠിക്കുന്നതിൽ, സുന്നത്ത് പഠിക്കുന്നതിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാതെ ഹദീസിന്റെയും സുന്നത്തിന്റെയും മജ്‌ലിസുകളിൽ നിന്ന് തിരിഞ്ഞുപോയി ഇബാദത്തിൽ മുഴുകി ജീവിക്കുമായിരുന്നു. കൂടെ കുറച്ച് ബിദ്അത്തുകളും അവരുടെ അടുത്തുണ്ടായിരുന്നു. അതായിരുന്നു അന്നത്തെ സൂഫികൾ. അവരെ കുറിച്ചാണ് ഈ ഇമാമുമാർ ഇത്രയും കടുത്ത ഭാഷയിൽ താക്കീത്. ഈ സൂഫികൾ പിന്നീട് ഖബറുകൾ കെട്ടിപ്പൊക്കാൻ തുടങ്ങി. ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ 300-ന് ശേഷം അവർ അവരുടെ തസവൂഫിനെ ഓരോ പ്രസ്ഥാനങ്ങളാക്കി മാറ്റി. അവർക്ക് പ്രത്യേക നിയമങ്ങളും ഒരു ദീൻ പോലെ ആചാരങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങി. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ അവർ പച്ചയായി ശിർക്ക് ചെയ്യാൻ തുടങ്ങി. ത്വരീഖത്തുകളുടെ ശൈഖമാരെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. അവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഇസ്തിഗാസ ചെയ്യാൻ തുടങ്ങി. ഈ രണ്ട് കൂട്ടരാണ് ഈ ഉമ്മത്തിൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ശിർക്ക് കടത്തിക്കൂട്ടിയത്. എന്തുമാത്രം വലിയ ഒരു ദുൽമാണ് ഈ ഉമ്മത്തിനോട് ഇവർ ചെയ്തതെന്ന് ആലോചിച്ചു നോക്കൂ. എത്രമാത്രം മോശമായ ഒരു തുടക്കമാണ് ഈ പിൽക്കാലക്കാരിൽ ഉണ്ടായ ഈ സമ്പ്രദായത്തിന്റേത് എന്ന് ആലോചിച്ചു നോക്കൂ. സഹോദരങ്ങളെ, ഈ സമ്പ്രദായം ഖബറാളികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഖബർ കെട്ടിപ്പോക്കുന്നത് ഇന്നെന്തുമാത്രം ഈ സമുദായത്തിൽ പ്രചരിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ തുടക്കത്തിൽ, സ്വഹാബത്തിന്റെ കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? അവർക്ക് പല സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ദീനുകൾ പിന്തുടർന്നവരായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന തുർക്കികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഔലിയാക്കന്മാരെ ആരാധിച്ചിരുന്ന ഹിജാസികൾ, മക്കയിലും മദീനത്തും ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. തീയിനെ ആരാധിച്ചിരുന്ന ഫാർസികൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അമ്പിയാക്കൾ ആരാധിച്ചിരുന്ന അഹ്ലുൽ കിതാബ് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഈ കൂട്ടരാരെങ്കിലും തങ്ങളുടെ പഴയ ദീനിന്റെ ഒരു അംശം ബാക്കി വെച്ചുകൊണ്ട് ശിർക്ക് ചെയ്തതായി ഈ 3 നൂറ്റാണ്ടിൽ തെളിയിക്കാൻ സാധിക്കുകയില്ല. ഇന്നത്തെ അവസ്ഥ എന്താണ് നമുക്കറിയാവുന്നതാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത്. തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, തൗഹീദ് ജനങ്ങളെ പഠിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ഈ ദീൻ, അതിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നവരുടെ ഉത്തരവാദിത്തമാണ് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറ അന വമൻ ഇത്തബഅനി. അള്ളാഹുവിന്റെ റസൂലും റസൂലിനെ ഇത്തിബാ ചെയ്തവരും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരായിരിക്കും. ഈ ശിർക്കിന്റെ അംശങ്ങൾ സമുദായത്തിൽ നിന്ന് തുടച്ചു നീക്കാതെ ഈ സമുദായത്തിന് രക്ഷയില്ല.